നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയാം ബംഗ്ലാദേശിൽ വല്ലാത്ത പ്രക്ഷോഭങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു അൺട്രസ്റ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പ്രൈം മിനിസ്റ്റർ അവിടുന്ന് റിസൈൻ ചെയ്ത് അദ്ദേഹം പോയി. മിലിറ്ററീസ് ഭരണം ഏറ്റെടുത്ത് എന്നുള്ള പല കാര്യങ്ങളും നമ്മൾ ന്യൂസിലെല്ലാം കണ്ടിരിക്കും. പക്ഷേ ഇതിലെല്ലാം നമ്മളുടെ ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള എന്താണ് ന്യൂസ് എന്താണെന്നുള്ളത് അറിയുന്നത്. ഈ ഒരു അൺട്രസ്റ്റ് ഷെയർ മാർക്കറ്റിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്, ഏതൊക്കെ ഷെയർസിന് പ്രൈസസ് കൂടും, ഏതൊക്കെ ഷെയർസ് ഡൗൺ ആവും എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യമായിട്ട് FMCG സെക്ടറിലെ കുറേ കമ്പനീസാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുക. FMCG സെക്ടറിലുള്ള കമ്പനികളെല്ലാവരും അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റീസ് അവിടെ ഉണ്ട്, അതുപോലെ തന്നെ അവരുടെ ഇൻകം, അവരുടെ ഫാക്ടറീസ് മറ്റു കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ആദ്യമായിട്ട് പറയുന്നത് തന്നെ ജസ്റ്റ് ഒരു സ്റ്റോക്ക് ലിസ്റ്റിൽ ഇന്ന് ഇത് ബാധിച്ചിരിക്കുന്നത് കുറച്ച് കമ്പനികളുടെ സ്റ്റോക്കാണ് ഇതിൽ വരുന്നത്. മാരിക്കോ 6.49% ആണ് ഇന്ന് താഴോട്ട് പോയത്. ട്രെൻഡ് 2.36%, അത് ടാറ്റ ഗ്രൂപ്പിൻ്റെ ഒരു ഫാഷൻ ഡിസൈനിങ്ങായിട്ട് ബന്ധപ്പെട്ടുള്ള ഗ്രൂപ്പാണ്. അവരുടെ 2.36 ഡൗൺ ആയിട്ട്. ഡാബർ ഗ്രൂപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം 7.76 ഡൗൺ ആയിട്ടുണ്ട്. VIP ഇൻഡസ്ട്രീസ് അവരുടെ 1.21% ഡൗൺ ആയിട്ടുണ്ട്. ഗോദ്രേജും ബ്രിട്ടാനിയയും ജൂബിലി ഫുഡും അവരുടെ ഫാക്ടറീസും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇന്നും അധികം ഡൗൺ ആയതായിട്ട് കാണുന്നില്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ FMCG സെക്ടറിലെ നമ്മൾ മാരിക്കോ എന്നുള്ള കമ്പനിയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഡൗൺ ആയ ഒരു കമ്പനിയാണ്. 6.49% ഡൗൺ ആയത് മാരിക്കോ എന്ന് പറഞ്ഞ കമ്പനി. അവരുടെ ഇത് നോക്കുകയാണെങ്കിൽ ഏകദേശം 44% ആണ്. മാരിക്കോ മെൻഷൻ ദാറ്റ് ബംഗ്ലാദേശ് കോൺട്രിബ്യൂട്ടഡ് സബ്സ്റ്റാൻഷ്യൽ 44% ടു ഇറ്റ്സ് ഇൻ്റർനാഷണൽ ബിസിനസ് റവന്യൂ ഇൻ ദ ഫിനാൻഷ്യൽ ഇയർ 2023-24. അതായത് 44% അവർക്ക് അവിടെ നിന്നാണ് അവരുടെ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ വരുന്ന ഒരു അൺട്രസ്റ്റ് സ്വാഭാവികമായിട്ടും ആ കമ്പനിയെ ബാധിക്കും. മാരിക്കോ എന്ന കമ്പനിയെ ബാധിക്കും. അത് ബാധിച്ചു. 6.49% ഇന്ന് ഡൗൺ ആയി. അടുത്തതായിട്ടുള്ള ഇതുപോലെ തന്നെ കമ്പനിയാണ് ട്രെൻഡ്. ടാറ്റ ഗ്രൂപ്പിൻ്റെ ഫാഷൻ റീറ്റെയിൽ ഗ്രൂപ്പാണ്. അവർക്ക് ഇതുപോലെ അവിടുത്തെ കുറേ ഷോറൂമും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്, അതും അവരെ ബാധിച്ചിട്ടുണ്ട്. പിന്നെയുള്ളതാണ് VIP ഇൻഡസ്ട്രീസ്. VIP ഇൻഡസ്ട്രീസിൻ്റെ 30-35% ഓഫ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ബംഗ്ലാദേശിലാണ് ഇരിക്കുന്നത്. അതായത് അവരുടെ ഫാക്ടറീസ് അവിടെയാണ് കൂടുതലുള്ളതെന്ന് കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു ഫാക്ടറീസിലും ഇതൊരു അൺട്രസ്റ്റ് ശരിക്ക് ബാധിച്ചിട്ടുണ്ട് എന്ന് കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഏതായാലും ജൂബിലിയൻ്റ് ഫുഡ് വർക്ക്സ് എന്നുള്ള കമ്പനി, പിസ്സ, ഡൊമിനോസ് എല്ലാം ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഇവർക്ക് അവിടെ ഏകദേശം 28 സ്റ്റോൾസ് ഉണ്ട് അവരുടെ കമ്പനി ബംഗ്ലാദേശിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കിനെ ഇത് വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ ഇതിനകത്ത് നിന്ന് ഗെയിൻ ചെയ്യുന്ന ഒരു കുറച്ച് കമ്പനികളുണ്ടായിരിക്കും. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇൻ്റർനാഷണലി നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ടെക്സ്റ്റൈൽ ഗാർമെൻറ്റ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രിയാണ് ബംഗ്ലാദേശ് എന്ന് കാണാൻ പറ്റും. ചൈനയാണ് ഏറ്റവും ഹയസ്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ബംഗ്ലാദേശാണ്. അപ്പോൾ അവരുടേതായ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ചീപ്പ് ലാബേഴ്സ്, ചീപ്പ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതുകൊണ്ടാണ് അവർക്ക് ആ രാജ്യങ്ങളിൽ ഇൻ്റർനാഷണൽ കമ്പനികൾ, ഇപ്പോൾ അമേരിക്കൻ ഈഗിൾ പോലുള്ള പല കമ്പനികളും ഇപ്പോൾ അവരുടെ പ്രൊഡക്ഷൻ ഇത് അവർ വെച്ചിരിക്കുന്നത് ഇപ്പോൾ ബംഗ്ലാദേശിലാണെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള അൺട്രസ്റ്റ് ഉണ്ടാകുന്നതോടുകൂടി ഇതിൽ നമുക്ക് ഗെയിൻ ചെയ്യുന്ന കുറച്ച് കമ്പനീസ് ഉണ്ട്. അതിലുള്ള കമ്പനീസാണ് ടെക്സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസ്. ഞാനിത് 1-2 കമ്പനികൾ പറയാൻ പറ്റും. ഇപ്പോൾ ഇന്നുള്ള കമ്പനികൾ ഗോകുൽദാസ് എക്സ്പോർട്സ് ലിമിറ്റഡ് ഇന്ന് മാത്രം നോക്കൂ നിങ്ങൾ, 16.99, ദാറ്റ് മീൻസ് 17% ആണ് ഇന്ന് ഇതിൻ്റെ ഷെയർ പ്രൈസ് ഹൈ ആയിരിക്കുന്നത്. ഇത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക, ഒരു മാസമായിട്ട് എന്ന് തന്നെ പറയാൻ പറ്റും. നമ്മളുടെ നിഫ്റ്റി ഡൗൺ ആണ്, റെഡ് ലൈനിലാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരു സമയത്ത് ഇന്ന് പ്രത്യേകിച്ചും ഡൗൺ, ഇന്നലെയും ഭയങ്കര ഡൗൺ ആയി, ഇന്നും ഡൗൺ ആയിരിക്കുന്ന ഒരു ടൈമിലാണ് 16.99% ഗോകുൽനാഥ് എക്സ്പോർട്സ് എന്നുള്ള ഒരു ടെക്സ്റ്റൈൽ ഗ്രൂപ്പിന് ഇന്ന് കാണുന്നത്. അത് ഈ ഒരു റീസൺ എന്ന് പറയുന്ന ഒറ്റ ഒരു റീസൺ ഈ ബംഗ്ലാദേശ് അൺട്രസ്റ്റും ഇവരുടെ ഒരു പ്രൈസ് കൂടാനുള്ളതാണ്. അത് തന്നെയാണ് അടുത്തത് ലംബോദര ടെക്സ്റ്റൈൽസ് ലിമിറ്റഡ്. ഇതിൻ്റെയും 2.69% അപ്പാണെന്നുള്ളത് കാണിക്കുന്നത്. ബാക്കി എല്ലാ കമ്പനികളും, ഇന്ത്യയിലുള്ള മിക്ക കമ്പനികളും ഇന്നലത്തെ ആയിട്ടുള്ള ഈ അൺട്രസ്റ്റിൽ അമേരിക്കൻ, ജപ്പാനീസ് വിപണിയുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് കാരണം നിഫ്റ്റി ഡൗൺ ആയ കാരണം എല്ലാം ഡൗണിലാണ് കിടക്കുന്നതെന്ന് പറയാൻ പറ്റും. ലംബോദര ക്യാഷ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കമ്പനിയാണ് കിറ്റെക്സിന് മാത്രം ഇന്ന് 16.70% ഇന്ന് ഹൈക്ക് വന്നിട്ടുണ്ട്. കിറ്റെക്സിൻ്റെയും ഹൈക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ KPR മിൽ എന്ന് പറഞ്ഞിട്ടുള്ള KPR മിൽ എന്ന് പറയുന്നത് പഴയ ഒരു കമ്പനിയാണ്. അതും ഇന്ന് 14.91% ഇന്ന് ഹൈ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ
അരവിന്ദ് ലിമിറ്റഡും ഇന്ന് 5.41% ഹൈ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബംഗ്ലാദേശിൻ്റെ ഉണ്ടാകുന്നൊരു അൺറെസ്റ്റ് പോലും എങ്ങനെയാണ് ഷെയർ മാർക്കറ്റിനെ ബാധിക്കുക എന്നുള്ളൊരു ജസ്റ്റ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചത്. എല്ലാവർക്കും